ഹരേ കൃഷ്ണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ. ഗുരുവായൂരപ്പനോടുള്ള ഉണ്ണി നമ്പൂതിരിയുടെ നിഷ്കളങ്കമായ ഭക്തിയെക്കുറിച്ചുള്ളതാണ് ഇന്നത്തെ കഥ. ഒരിക്കൽ ഗുരുവായൂർ അമ്പലത്തിലെ മേൽശാന്തിക്ക് പെട്ടെന്നൊരു ദിവസം പുറത്തേക്ക് പോകേണ്ടി വന്നു. അപ്പം ഗുരുവായൂർ അമ്പലത്തിലെ മേൽശാന്തി തൻ്റെ മകനെ വിളിച്ചിട്ട് ഇന്നത്തെ ഒരു ദിവസം പൂജ ചെയ്യാനായിട്ട് മകനോട് പറഞ്ഞു. അപ്പോൾ ഉണ്ണി നമ്പൂതിരി വളരെ ചെറിയ കുട്ടിയാണ്, പൂജകളൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അങ്ങനെ ഉണ്ണി നമ്പൂതിരി ശ്രീകോവിലിൽ കയറിയിട്ട് പൂജകളൊക്കെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ നിവേദ്യത്തിൻ്റെ സമയമായി. ഉണ്ണി നമ്പൂതിരി നൈവേദ്യമൊക്കെ കൊണ്ടുവന്ന് ഭഗവാന്റെ മുന്നിൽ വെച്ചിട്ട് ഭഗവാനോടായിട്ട് പറഞ്ഞു, ഭഗവാനെ അങ്ങ് ഈ നൈവേദ്യം സ്വീകരിച്ചാലെന്ന് പറഞ്ഞു. പക്ഷെ എത്രയായിട്ടും ആ നൈവേദ്യപാത്രം അതിൽ വെച്ച പോലെ അങ്ങനെ തന്നെ ഉണ്ട്. ഉണ്ണി നമ്പൂതിരി വിചാരിച്ചു അച്ഛൻ നൈവേദ്യം കഴിക്കുമ്പോൾ ഭഗവാൻ വന്ന് ആ നൈവേദ്യം മുഴുവനും കഴിക്കുന്നു വിചാരിച്ചു ഉണ്ണി നമ്പൂതിരി. പക്ഷെ ഉണ്ണി നമ്പൂതിരിക്ക് സത്യം അറിയില്ലല്ലോ, ഉണ്ണി നമ്പൂതിരി ആദ്യമായിട്ടാണ് പൂജ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ നൈവേദ്യമൊക്കെ വെച്ചിട്ട് കുറേ നേരം കാത്തിരുന്നിട്ടും നൈവേദ്യപാത്രം കാലിയാവണില്ല. അപ്പോൾ ഉണ്ണി നമ്പൂതിരിക്ക് ആകെ സങ്കടമായി. അപ്പോൾ ഉണ്ണി നമ്പൂതിരി ഭഗവാനോട് ചോദിക്കും, എന്താ ഭഗവാനെ, ഞാൻ നൈവേദ്യത്തിൻ്റെ പൂജ ചെയ്യുന്നത് കൊണ്ടാണോ ഭഗവാൻ നൈവേദ്യം സ്വീകരിക്കാത്തത്? കണ്ണാ, വേഗം നൈവേദ്യം കഴിക്കൂ എന്നൊക്കെ പറയും ഉണ്ണി നമ്പൂതിരി. എന്നിട്ടും ആ നൈവേദ്യപാത്രം അനങ്ങാതെ അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ഉണ്ണി നമ്പൂതിരി എന്ത് ചെയ്യും, വേഗം ശ്രീകോവിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് വീട്ടിൽ പോയിട്ട് നല്ല ഉപ്പും മാങ്ങയും മോരും എടുത്തിട്ട് വരും. എന്നിട്ട് ശ്രീകോവിലിൽ വന്നിട്ട് ആ നൈവേദ്യപാത്രത്തിൻ്റെ കൂടെ വെച്ചിട്ട് പറയും, കണ്ണന് വേണ്ടിയിട്ട് ഞാനിതാ ഉപ്പുമാങ്ങയും മോരും കൊണ്ടുവന്നിട്ടുണ്ട്, ഇനിയെങ്കിലും കണ്ണനിത് കഴിച്ചൂടെ എന്ന് ചോദിക്കും. അപ്പോൾ ഭഗവാൻ ഗുരുവായൂരപ്പൻ ഉണ്ണി നമ്പൂതിരിയുടെ നിഷ്കളങ്കമായ ഭക്തിയിൽ അലിഞ്ഞിട്ട് ഭഗവാൻ പ്രത്യക്ഷപ്പെടും. എന്നിട്ട് നൈവേദ്യമൊക്കെ കഴിക്കും. അങ്ങനെ നൈവേദ്യ പൂജയൊക്കെ കഴിഞ്ഞ് നട തുറന്ന് വരുമ്പോൾ നോക്കുമ്പോൾ ഉണ്ണി നമ്പൂതിരിയുടെ കയ്യിലുള്ള പാത്രമൊക്കെ കാലിയായിട്ടിരിക്കുക. ശരിക്ക് ഈ നൈവേദ്യത്തിൻ്റെ അവകാശം ക്ഷേത്രത്തിലെ ആൾക്കാർക്കാണ്. ഈ ഭഗവാനെ നൈവേദിച്ചത് ബാക്കി അത് കൊടുക്കാനുള്ളത് ക്ഷേത്രത്തിലെ കാര്യക്കാർക്കാണ് അത് സ്വീകരിക്കാനുള്ള അവകാശം. അപ്പോൾ ഈ കാര്യക്കാർ ശരിക്കും എവിടെ നൈവേദ്യം എന്ന് ചോദിക്കും. അപ്പോൾ ഉണ്ണി നമ്പൂതിരി പറയും, അത് ഭഗവാൻ കഴിച്ചുല്ലോ എന്ന് പറയും. അപ്പോൾ എന്ത്, ഭഗവാനോ? ഇല്ല, ഉണ്ണി നമ്പൂതിരിയാവും കഴിച്ചിട്ടുണ്ടാവുക എന്ന് എല്ലാവരും ഉണ്ണി നമ്പൂതിരീനെ കുറ്റം പറയും. അപ്പോൾ വേറൊരാൾ പറയും, ഞാൻ കണ്ടതാണല്ലോ ഉണ്ണി നമ്പൂതിരി വീട്ടിലേക്ക് പോയിട്ട് ഉപ്പുമാങ്ങ എടുത്തിട്ട് വരണത്, അപ്പോൾ ഉണ്ണി നമ്പൂതിരി തന്നെയാവും കഴിച്ചിട്ടുണ്ടാവുക എന്ന് പറയും. അപ്പോൾ ഉണ്ണി നമ്പൂതിരി പറയില്ല, ഞാനല്ല കഴിച്ചത്, ഭഗവാനാണ് കഴിച്ചതെന്ന് ഉണ്ണി നമ്പൂതിരി കുറേ പ്രാവശ്യം അവരോട് പറയാൻ ശ്രമിക്കും. പക്ഷേ അവരാരും അത് വിശ്വസിക്കില്ല. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഉണ്ണി നമ്പൂതിരിയുടെ അച്ഛൻ തിരിച്ചു വരും. അപ്പോൾ നോക്കുമ്പോൾ ഈ ശ്രീകോവിലിന് മുന്നിൽ വലിയൊരു ബഹളം. അപ്പോൾ ഈ അച്ഛൻ തിരുമേനി അങ്ങോട്ട് പോയിട്ട് ചോദിക്കും, എന്താ പ്രശ്നം എന്ന് ചോദിക്കും. അപ്പോൾ ഈ കാര്യക്കാരൊക്കെ പറയും, കണ്ടില്ലേ, ഈ നൈവേദ്യം മുഴുവനും ഉണ്ണി നമ്പൂതിരിയാണ് കഴിച്ചത് എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ അച്ഛന് വലിയ ദേഷ്യം വരുന്നിട്ട് അച്ഛൻ തിരുമേനി ഉണ്ണി നമ്പൂതിരിയെ കുറേ ഇങ്ങനെ അടിക്കാൻ നോക്കും, കുറേ ഇങ്ങനെ അടിക്കും. അങ്ങനെ ഉണ്ണി നമ്പൂതിരി പറയുന്നത് ആരും അവർ വിശ്വസിക്കില്ല. ഈ അച്ഛൻ തിരുമേനി ഉണ്ണി നമ്പൂതിരിനെ കുറേ ഇങ്ങനെ അടിക്കും. അപ്പോഴാണ് ശ്രീകോവിലിൽ നിന്ന് ഒരു അശരീരി കേൾക്കുക. അത് ഭഗവാന്റെ അശരീരിയായിരുന്നു. ഉണ്ണി പറയുന്നതെല്ലാം ശരിയാണ്, ഞാൻ തന്നെയാണ് നിവേദ്യം കഴിച്ചതെന്ന് ഭഗവാൻ പറയും. ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും അത്ഭുതവും. അങ്ങനെ എല്ലാവരും ഉണ്ണി നമ്പൂതിരിയോട് മാപ്പ് ചോദിക്കും. ഹരേ കൃഷ്ണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ.